ഹുഷാംദീദ് ബച്ചോ. അപ്പോൾ നമ്മൾ 6ാം ക്ലാസ്സിലെ മക്കൾ പഠിച്ച് 2 യൂണിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. 2 യൂണിറ്റ് അഥവാ 8 ലെസൺ നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ 3ാമത്തെ യൂണിറ്റാണ് തുടങ്ങുന്നത്. 3ാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താ? യൂണിറ്റ് 3 ലുതുഫ് ഉഡായേം എന്നുള്ളതാണ് 3ാമത്തെ യൂണിറ്റ്. അപ്പോൾ ഇതിൽ കുറേ പാഠങ്ങളുണ്ടാവില്ലേ? ഈ യൂണിറ്റിലും കുറേ പാഠങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ പാഠഭാഗമാണ്. അപ്പോൾ നോക്കൂ, ഇതിൽ ആദ്യമായിട്ട് ഒരു നല്ല ഭംഗിയുള്ള ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? എന്ത് ചിത്രമാണ് തന്നിരിക്കുന്നത്? നോക്കാം അല്ലേ? ഒരു പൂന്തോട്ടത്തിൻ്റെ മനോഹരമായിട്ടുള്ള ചിത്രമാണ് തന്നിരിക്കുന്നത് അല്ലേ? കാണുന്നില്ലേ? അപ്പോൾ ഈ ലുത്തുഫ് ഉഡായേം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാം എന്നുള്ള അർത്ഥമാണ്. നമ്മൾ ഈ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സുകളിൽ വളരെയധികം രസം തോന്നുന്നുണ്ട് അല്ലേ? തോന്നുന്നില്ലേ? എന്ത് ഭംഗിയുള്ള ചിത്രമാണ്, ഒരു മനോഹരമായ ചിത്രം കൊടുത്തിരിക്കുന്നത് അല്ലേ? നോക്കൂ, എന്തെല്ലാമാണ് നിങ്ങൾ കാണുന്നത്? തസ്വീർ മേ ക്യാ ക്യാ ദേഖ്തേ ഹേ? ഇതെന്താണ്? കുറേ പൂക്കളുണ്ട് അല്ലേ? പലതരത്തിലുള്ള പൂക്കളുണ്ട്. പിന്നെയോ അതിൽ ചുറ്റിപ്പറക്കുന്ന പൂമ്പാറ്റകളുണ്ട്. ഒപ്പം തന്നെ അതിനടുത്തുള്ള മരത്തിൽ പാറിപ്പറന്ന് നടക്കുന്ന കിളികളുണ്ട് അല്ലേ? കണ്ടിട്ടൊരു പ്രാവിനെയൊക്കെ പോലെ തോന്നുന്നുണ്ട് അല്ലേ? പിന്നെയോ അതും പോരാതെ ഇവിടെ നിന്ന് ആകാശത്ത് നിന്ന് ഇങ്ങനെ കണ്ടില്ലേ, മണിമുത്തുകളെ പോലെ മഴത്തുള്ളികൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അത് മാത്രമല്ല, ഇവിടെ കാണുന്നുണ്ടോ ഒരു ദങ്ക് അല്ലേ? മഴവില്ലുണ്ട്. അപ്പോൾ മഴക്കാലത്തെ അല്ലെങ്കിൽ മഴക്കാല സമയത്തെ ഒരു പൂന്തോട്ടത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? അത് മാത്രമല്ല കേട്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടല്ലോ വീടും വഴികളും അതുപോലെ തന്നെ മലകളും അല്ലേ? എല്ലാം കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ നല്ല ഭംഗിയുള്ള നമ്മുടെ മനസ്സുകളിലേക്ക് വളരെയധികം രസം തോന്നിപ്പിക്കുന്ന അല്ലേ നല്ലൊരു ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് വാക്കുകൾ പറയാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് വാക്കുകളുണ്ട് ഇതിൽ. ഒരുപാട് കാര്യങ്ങൾ ഈ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ചിത്രത്തിൽ മഴത്തുള്ളിയെയും ഈ പൂന്തോട്ടമൊക്കെ കണ്ട സമയത്ത് കാണുന്നുണ്ടോ? ഇതിങ്ങനെ എനിക്ക് തോന്നുന്നത് ഇവിടെ കുളമുണ്ട് എന്നാണ് കേട്ടോ. വെള്ളം കണ്ടോ? ഇതിൻ്റെ ഇല കണ്ടില്ലേ? താമരയുടെ ഇലയൊക്കെ പോലെ ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു കുളത്തിന് അടുത്തുള്ളൊരു പൂന്തോട്ടമാണ് കേട്ടോ ഇത്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു ചിത്രമാണ്. അവിടെ 2 വരി കവിതയും കൊടുത്തിട്ടുണ്ട്, ഒരു ഷേർ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ബാओ में जाके देख बहारों का रंग व रूप, हर फूल कह रहा है सुबह की कहानियाँ. എന്തായി പറഞ്ഞത്? ബാओ में जाके देख ബഹാറോं का रंग व रूप. പൂന്തോട്ടങ്ങളിൽ പോയി നോക്കൂ. ബഹാറോं का रंग व रूप, വസന്തത്തിൻ്റെ നിറങ്ങളും രൂപങ്ങളും അല്ലേ? എന്നുവെച്ചാൽ എന്താ? വസന്തത്തിൻ്റെ നിറങ്ങളും രൂപങ്ങളും ഏതാണ്? ഈ നിൽക്കുന്ന ഭംഗിയുള്ള പൂക്കളും ചെടികളും ഒക്കെ തന്നെയാണ് അല്ലേ? ഹർ പൂൽ കഹ് രഹാ ഹേ സ്വബാ കി കഹാനിയ. എല്ലാ പൂക്കൾക്കും അല്ലെങ്കിൽ എല്ലാ പൂക്കളും പറയുന്നുണ്ട് എന്തിൻ്റെ കഥ? ഈ സ്വബ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ വീശുന്ന ഒരു കാറ്റുണ്ട്. അതിനെയാണ് എന്ത് പറയുക? സ്വബ. എല്ലാ പൂക്കൾക്കും പറയാനുണ്ട് ആ പ്രഭാതത്തിലെ കാറ്റിൻ്റെ കഥകൾ. അപ്പോൾ ഈ പാഠഭാഗത്തിൽ പൂന്തോട്ടവും പൂക്കളും മഴയും ഒക്കെയുമാണ് വിഷയം എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും നല്ല വരികളാണ്. അപ്പോൾ നോക്കാം, നമ്മുടെ മൊഡ്യൂൾ അല്ലേ? മൊഡ്യൂളിൻ്റെ ചിത്രവും കണ്ടല്ലോ. ഇതിലും എന്താണ് കാണുന്നത്? ഇതിലും മഴക്കാലവുമായി ബന്ധപ്പെട്ടുള്ള ചിത്രമാണ് അല്ലേ? കണ്ടോ, മഴക്കാലത്ത് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ആ മഴയത്ത്. കുറച്ച് പേര് ഇവിടെ കാഗസ് കി കഷ്തി ബനാക്കർ ബഹാ രഹാ ഹേ അല്ലേ? പാനിമേം കാഗസ് കി കഷ്തി ബഹ രഹാ ഹേ. അതേപോലെ തന്നെ യഹാൻ ചന്ദ് ബച്ചോ ഫുട്ബോൾ ഖേൽത്തേ ഹേ, യഹാൻ ദേഖിയേ അല്ലേ? 2 മേണ്ടക എന്താ ചെയ്യുന്നത്? ബൈനോക്കുലറൊക്കെ വെച്ച് ഇവരുടെ കളിയൊക്കെ ആസ്വദിക്കുകയാണെന്നല്ലേ? കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലോ ഈ ചിത്രം കാണാൻ. നോക്കൂ, മരങ്ങളിലും വീടിൻ്റെ മുകളിലും വഴിയിലും എല്ലാവിടെയും മഴ ഇങ്ങനെ പെയ്യുന്ന ആ ഒരു അവസ്ഥ. ഇപ്പം ഞാൻ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൻ്റെ അടുത്തും ഇങ്ങനെ ചെറുതായി മഴ പാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴ വളരെ ഭംഗിയാണ് അല്ലേ? നല്ല രസമാണ് നമുക്കല്ലേ? നമുക്കറിയാം, മഴയില്ലെങ്കിൽ നാമില്ല അല്ലേ? മഴയില്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിന് നിലനിൽപ്പുണ്ടോ? ഇല്ല അല്ലേ? നമുക്കതൊക്കെ അറിയാം. അപ്പോൾ എന്തായാലും മഴയും മഴക്കാലവും ഒക്കെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നല്ലൊരു
കവിതയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഈ ചിത്രം കൂടി ഒന്ന് നോക്കൂ. ഈ ചിത്രം നോക്കൂ, കണ്ടോ? പണ്ട് കാലത്ത് ഇതുപോലെയൊക്കെ ഇങ്ങനെ ഇലയൊക്കെ ചൂടി നടക്കുന്ന ആ ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. വാഴയുടെ ഇല പറിച്ചിട്ട് തലയിൽ ചൂടിക്കൊണ്ട് സ്കൂളിലേക്ക് ഓടിപ്പോയ കുട്ടിയുടെ കഥയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, നിങ്ങളും വായിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നോക്കൂ, നല്ല ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ മനസ്സറിയാതെ ആ ഒരു മഴക്കാലത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ വെറുതെ നോക്കിയാൽ പോരാട്ടോ, നല്ല ഇഷ്ടത്തോടു കൂടെ അതിലെ ഓരോ ചിത്രങ്ങളും നമ്മുടെ മനസ്സുകളിലെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നോക്കണം. അപ്പം എനിക്കിതൊക്കെ കാണുന്ന സമയത്ത് പഴയ കാലമൊക്കെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ ചെറുപ്പത്തിൽ കളിക്കാറുണ്ടായിരുന്നു. മഴയൊക്കെ വരുന്ന സമയത്ത് ആ മഴയത്ത് എന്ത് ചെയ്യും, ഇങ്ങനെ തോണിയൊന്നും ഉണ്ടാക്കാൻ മെനക്കെടാറില്ല കേട്ടോ. ചിലവരൊക്കെ മെനക്കെടുന്നുണ്ടാവും. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ചെടികൾ പൂക്കളൊക്കെ ഉണ്ടാവുമല്ലോ, ആ പൂക്കളൊക്കെ പറിച്ച് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒഴുക്കും. എന്നിട്ടോ ആരുടെ ചെടിയാണ് അല്ലെങ്കിൽ ആരുടെ പൂവാണ് ഫസ്റ്റ് ഒഴുകിപ്പോകുന്നത് അങ്ങനെ നോക്കാറുണ്ട്. പിന്നെയോ ഇതേപോലെ ഫുട്ബോളൊന്നും കളിച്ചില്ലെങ്കിലും എന്ത് ചെയ്യാറുണ്ട്, ഈ തലയിൽ ഒരു കവറൊക്കെ കെട്ടിയിട്ട് ആ മഴയത്ത് പോയി നിന്ന് ഇങ്ങനെ തുള്ളിച്ചാടി കളിക്കും. അതൊക്കെ വളരെ എന്താ പറയുക, നല്ലൊരു അനുഭവമാണ്. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടാവും അല്ലേ? ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പാഠഭാഗം നോക്കാം കേട്ടോ. നോക്കൂ, മഴയുമായി ബന്ധപ്പെട്ട ഒരുപാട് വാക്കുകൾ നിങ്ങൾക്കറിയാം അല്ലേ? ഒന്ന് നമ്മളൊരു പദസൂര്യൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ മഴയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെ എഴുതും? ബാരിഷുമായി ബന്ധപ്പെട്ട് ഹവ എഴുതാം അല്ലേ, കാറ്റെഴുതും. പിന്നെ തണുപ്പ് എഴുതും അല്ലേ, തണുപ്പ് എഴുതാം, സർദി എഴുതാം. അതല്ലാന്നുണ്ടെങ്കിലോ പിന്നെ എന്തെഴുതും? ബാദൽ എഴുതും അല്ലേ, എന്നുവെച്ചാൽ മേഘം. ഇതപ്പം നമ്മൾ കണ്ട ദങ്ക് മഴവില്ല് എഴുതാം. പിന്നെയോ ഫൂൽ പൗതേ എഴുതാം. പിന്നെ എന്തൊക്കെ എഴുതാം? പാനി എഴുതാം. ഓക്കെ, പിന്നെ കഷ്തി എഴുതാം അല്ലേ, കഷ്തി അല്ലെങ്കിൽ നാവ് അല്ലേ, നാവ് എഴുതാം. പിന്നെയോ പിന്നെ എന്തൊക്കെ എഴുതാനുണ്ട്? ഇനിയും ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ടാവും അല്ലേ? മേണ്ടക്ക്, നമ്മുടെ മേണ്ടക്കിനെ മറക്കാൻ പാടില്ല അല്ലേ? മേണ്ടക്കിൻ്റെ ശബ്ദം ഒരു വല്ലാത്ത സംഭവമാണല്ലേ മഴക്കാലത്ത്. അപ്പം അങ്ങനെ നമുക്ക് മഴയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ പാഠഭാഗം എന്താണെന്ന് നോക്കാം. ഓക്കെ, നോക്കൂ. ടണ്ടി ഹവ ചൽനി ലഗി, തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. ആസ്മാൻ പർ ബാദൽ ചാനേ ലഗെ, ആകാശത്ത് മേഘങ്ങൾ വ്യാപിക്കാൻ തുടങ്ങി. മേണ്ടക് ടർട്ടർ കർണേ ലഗ, നമ്മുടെ മേണ്ടക ആരാ? തവള അല്ലേ? തവളക്കുട്ടൻ എന്ത് ചെയ്തു? കരയാൻ തുടങ്ങി അല്ലേ? ടർട്ടർ എന്ന് പറയാൻ തുടങ്ങി. നമ്മൾ മലയാളത്തിലാവുമ്പോൾ പൊക്രോം പൊക്രോം എന്നൊക്കെ പറയും അല്ലേ? അങ്ങനെ പറയാൻ തുടങ്ങി. ബാരിഷ് കി ബൂന്തേം ബരസ്നെ ലഗേ, മഴത്തുള്ളികൾ ഇങ്ങനെ പെയ്യാൻ തുടങ്ങി. ഷാനി ഖുഷി സെ ഉഛൽത്തി കൂദത്തി ഗംഗ്നാനെ ലഗി, ഷാനി സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് അങ്ങനെ മൂളിപ്പാടാൻ തുടങ്ങി. മഴ വന്നപ്പോൾ അവൾക്ക് വളരെ സന്തോഷമായിട്ടോ. നമ്മൾ മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കവിതകളൊക്കെ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? മഴ 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 വന്നു, മലയുടെ മീതെ മഴ വന്നു അല്ലേ, പുഴയുടെ മീതെ മഴ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മഴക്കാല പാട്ടുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഉറുദുവിലും ഒരുപാട് കവിതകളൊക്കെ ഉണ്ട് കേട്ടോ മഴയുമായി ബന്ധപ്പെട്ട്. നിങ്ങളതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഞാനിതിൽ കാണിക്കുന്നില്ല, നിങ്ങളൊന്ന് സെർച്ച് ചെയ്തൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ മഴയെ നമ്മൾ പറയുന്നത് ബാരിഷാണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്തായാലും നമ്മുടെ മഴയുമായി ബന്ധപ്പെട്ട കവിത തുടങ്ങുകയാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താ? സാവൻ ആയ. സാവൻ എന്ന് പറഞ്ഞാൽ മഴക്കാലം, ബർസാത്തിനെ പറയുന്ന വേറൊരു പേരാണ്. സാവൻ ആയ അല്ലേ, മഴക്കാലം വന്നു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ശരി, നോക്കാം. നോക്കൂ. സാവൻ ആയ സാവൻ ആയ, ബാദൽ ആയ ബാരിഷ് ലായ. എന്താ പറഞ്ഞത്? സാവൻ ആയ അല്ലേ, മഴക്കാലം വന്നു, മഴക്കാലം വന്നു. മേഘം വന്നു, മഴ കൊണ്ടുവന്നു. സാരേ ഖേത്ത് പടേത്തെ സൂഖേ, സബ് ഖേത്തോം കി ഫൽഠി കായ. എന്താ പറഞ്ഞത്? എല്ലാ വയലുകളും അല്ലേ, ഉണങ്ങി വരണ്ട് കിടക്കുന്ന വയലുകൾ അല്ലേ, എല്ലാ വയലുകളും ഇങ്ങനെ ഉണങ്ങി വരണ്ട് കിടക്കുകയായിരുന്നു. ആ വയലുകളെയെല്ലാം മാറ്റിമറിച്ചു. ആ വയലുകളുടെ ആ ഉണങ്ങി വരണ്ട അവസ്ഥയെല്ലാം എന്ത് ചെയ്തു? മാറ്റി മറിച്ചു. മേരേ റബ് കി ഖുദറത്ത് ദേഖോ, സബ്സ ചാറോം ഓർ ഉഖായ. പിന്നെന്താ പറഞ്ഞത്? എൻ്റെ റബ്ബിൻ്റെ അല്ലേ, എൻ്റെ റബ്ബിൻ്റെ കുദറത്ത്, കഴിവ് നോക്കൂ, അഥവാ എൻ്റെ സൃഷ്ടാവിൻ്റെ കഴിവ് നോക്കൂ. സബ്സ ചാറോം ഓർ ഉഖായ,
വീണ്ടും എല്ലാ ഭാഗങ്ങളും 4 ഭാഗങ്ങളിലും എന്ത് ചെയ്തു? ചാറോം ഓർ 4 ഭാഗങ്ങളിലും വീണ്ടും ചെടികളൊക്കെ മുളച്ചു വന്നു. അപ്പം ഇങ്ങനെ ഉണങ്ങി വരണ്ടിരിക്കുന്ന പാടത്തിൻ്റെ അവസ്ഥ മാറ്റിമറിച്ചു. അതുപോലെ തന്നെയോ എല്ലാ 4 ഭാഗങ്ങളിലും എന്ത് ചെയ്യാൻ തുടങ്ങി? സബ്സ ചെടികളൊക്കെ ഇങ്ങനെ മുളയ്ക്കാൻ തുടങ്ങി. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ മഴക്കാലത്ത് എല്ലാ ഭാഗങ്ങളും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ചെടികൾ ഇങ്ങനെ മുളച്ചുകൊണ്ടേയിരിക്കും അല്ലേ? പുല്ലാണെങ്കിലും വേറെ എല്ലാം ആണെങ്കിലും പെട്ടെന്ന് എന്ത് ചെയ്യും? മുളച്ചുകൊണ്ടേയിരിക്കും അല്ലേ? നമ്മൾ വെള്ളം നനച്ചിട്ടാണോ? അല്ല അല്ലേ? അല്ലാത്ത സമയങ്ങളിൽ വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഉണങ്ങി വരണ്ട് കിടക്കുമായിരിക്കും. പക്ഷേ അതെന്ത് ചെയ്യും? മഴക്കാലം ആകുന്ന സമയത്ത് എല്ലായിടത്തും ചെടികളൊക്കെ വീണ്ടും മുളയ്ക്കാൻ തുടങ്ങും. നോക്കൂ, ബൈറ്റ് കെ ഖോയൽ നെ ഗുൽഷൻ മേ ഖുഖു ഖുഖു ഷോർ മച്ചായ. എന്താ പറയുന്നത്? ബൈറ്റ് കെ ഖോയൽ, കുയിൽ അല്ലേ? ഗുൽഷൻ മേ കോയലിനെ ബൈറ്റ് കെ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പൂന്തോട്ടത്തിൽ ഇരിക്കുന്ന കുയിൽ എന്ത് ചെയ്യാണ്? പൂന്തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് കുയിൽ കൂക്കു കൂക്കു എന്ന് ഷോർ മച്ചായ എന്ന് പറഞ്ഞാൽ ശരിക്കും ബഹളം ഉണ്ടാക്കിയതാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കാം അല്ലേ? നമുക്കിങ്ങനെ കവിതയുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പൂന്തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് കുയിൽ കൂക്കു കൂക്കു എന്ന് പാടാൻ തുടങ്ങി എന്ന് വേണമെന്നുണ്ടെങ്കിൽ ആക്കാം അല്ലേ? ഷോർമച്ചായ എന്ന് പറഞ്ഞാൽ ബഹളം വെച്ചു, അതല്ലാന്നുണ്ടെങ്കിൽ ശബ്ദമുണ്ടാക്കി എന്നൊക്കെ ഉള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ കൂക്കു കൂക്കു എന്നങ്ങനെ ശബ്ദം ഉണ്ടാക്കി. പിന്നെയോ മോർബീസ് എന്ന് വെച്ചാൽ വെറുതെ ശബ്ദം ഉണ്ടാക്കുകയല്ല കേട്ടോ. മഴ വന്നപ്പോൾ ആ സന്തോഷം കൊണ്ടുള്ള ആ ഒരു ആഹ്ലാദം പ്രകടിപ്പിച്ചതാണ് അതിൽ. മോർബി സാരേ നാച്ച് രഹേ ഹേ കുംറി നേ ഇക് ഗീത് സുനായ. ഇതിലെന്താ പറയുന്നത്? എല്ലാ മയിലുകളും എന്ത് ചെയ്യാണ്? മയിലുകളും നൃത്തം വെച്ചുകൊണ്ടിരിക്കുന്നു. കുംറി എന്ന് പറഞ്ഞാൽ ഒരു പ്രാവാണ്. ഈ കുംറി എന്ന് പറയുന്ന പ്രാവുകൾ എന്ത് ചെയ്യണം? ആ പ്രാവുകളും ഒരു പാട്ട് പാടി. അപ്പോൾ ഒക്കെ സന്തോഷത്തിൽ അല്ലേ? മയിലുകൾ പീലി വിടർത്തി ആടാൻ തുടങ്ങി. നമ്മുടെ കോയൽ എന്ത് ചെയ്യണം? പൂന്തോട്ടത്തിലിരുന്ന് കൂക്കൂന്ന് അങ്ങനെ പാടാൻ തുടങ്ങി. ഒപ്പം തന്നെ പ്രാവുകളും എന്ത് ചെയ്യാണ്? ഒരു പാട്ട് പാടി. ജൽത്തൽ വാദി വാദി ഹേ അബ് കൈസാ സമ സുഹാന ആയ. എന്താ പറയുന്നത്? ജൽത്തൽ വാദി, നമുക്കറിയാലോ താഴ്വരകൾ അല്ലേ? വെള്ളമൊഴുകുന്ന താഴ്വരകളൊക്കെ ഇപ്പം എന്തായി? ശരിക്കും ഒരു വാദിയായി മാറിയത് ഇപ്പോഴാണ് അല്ലേ? എന്നുവെച്ചാൽ മഴ വരുന്ന സമയത്താണ് നമുക്ക് ഈ വാദികൾ താഴ്വരകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാത്ത സമയത്ത് അവിടെ ഇങ്ങനെ വെള്ളം ഒലിച്ചതിൻ്റെ ആ ഒരു അങ്ങനെ ഒരു ചെറിയൊരു വെള്ളം അല്ലേ? ഒരു പാട് മാത്രമേ കാണുള്ളൂ അല്ലേ? അല്ലെങ്കിൽ അതിലൂടെ വെള്ളം ഒഴുകുന്നുണ്ടാവും, വളരെ ചെറിയ രീതിയിലായിരിക്കും. പക്ഷെ അതല്ലാത്ത സമയത്ത് മഴക്കാലത്തൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നോക്കൂ, നമ്മളിങ്ങനെ മലകളുടെ സൈഡുകളിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇങ്ങനെ വെള്ളം ആ താഴ്വരകളിലൂടെയൊക്കെ ഇങ്ങനെ ഒലിച്ചിങ്ങനെ വരുന്നത് അല്ലേ? കണ്ടിട്ടില്ലേ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നത്? അപ്പോൾ ജൽത്തൽ വാദി ഇപ്പോഴാണ് എന്തായത്? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു വാദിയായി മാറി. ശരിക്കും താഴ്വരയാണ് ഇപ്പോൾ. കൈസാ സമാ സുഹാന ആയ. ഇത്ര പ്രസന്നമായ ദൃശ്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മഴക്കാലം വന്നു, വാദികളൊക്കെ എന്തായി? താഴ്വരകളൊക്കെ എന്തായി? വീണ്ടും അല്ലേ ആ പഴയ പ്രഭാവത്തിൽ അല്ലെങ്കിൽ അവിടെയൊക്കെ എന്ത് ചെയ്യാണ്? വീണ്ടും വെള്ളം ഒഴുകിക്കൊണ്ട് വളരെ പ്രസന്നമായ ദൃശ്യം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അടുത്തത് നോക്കൂ, ടണ്ടേ ടണ്ടേ ഝുങ്കേ ആയി കാല കാല ബാദൽ ഛായ. തണുതണുത്ത കാറ്റ് വന്നു അല്ലേ? തണുതണുത്ത കാറ്റ് വന്നു. അതുപോലെ തന്നെ കറുകറുത്ത മേഘങ്ങൾ വ്യാപിച്ചു. നമുക്കറിയാലോ മഴക്കാലം വന്നു കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ ചുറ്റും ഒരു ചെറിയൊരു ഇരുട്ടുണ്ടാവും അല്ലേ? സാധാരണ വെയിൽക്കാലം പോലെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഒരു ഇരുട്ടുണ്ടാവും അല്ലേ? ഒരു ചെറിയൊരു ഇരുട്ടുണ്ടാവും. അതുപോലെ തന്നെ ചൂടുകാറ്റായിരിക്കില്ല, പകരം എന്തായിരിക്കും? തണുത്ത കാറ്റായിരിക്കും അല്ലേ? നല്ല തണുപ്പൊക്കെ അനുഭവപ്പെടാറുണ്ട്. അടുത്ത നോക്കൂ, സാവൻ ने दुख दूर किए है गर्मी ने ताहूബ് സത്തായ. എന്താ പറയുന്നത്? സാവൻ നമ്മുടെ ദുഃഖങ്ങളൊക്കെ ദൂരെയാക്കി. എന്ത് ദുഃഖങ്ങളെ? ഗർമി അല്ലേ? വേനൽക്കാലം വന്നിട്ട് നമ്മുടെ ഇവിടെ എന്തായിട്ടുണ്ടായിരുന്നു? മൊത്തം എല്ലാവരെയും ഒന്ന് നന്നായി കഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ദുഃഖങ്ങളൊക്കെ നമ്മുടെ സാവൻ, നമ്മുടെ മഴക്കാലം വന്നിട്ട് ദൂരെയാക്കി. ആ ദുഃഖങ്ങളെയൊക്കെ എന്ന് വെച്ചാൽ
കേത്തുകളൊക്കെ ഉണങ്ങി വരണ്ടിട്ടുണ്ടായിരുന്നു, ചെടികൾ ഉണങ്ങി വരണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? കേത്തൊക്കെ ഇങ്ങനെ വിണ്ട് കയറി കിടക്കുന്ന അവസ്ഥയിലായിരുന്നില്ലേ? വെള്ളമില്ലാത്ത അവസ്ഥയിലായിരുന്നു. കുടിക്കാനും കുളിക്കാനും ഒക്കെ വെള്ളത്തിന് നമുക്ക് എന്തായാലും ഒരു ക്ഷാമം ഉണ്ടാവുമല്ലോ മഴക്കാലത്ത് അല്ലേ? ചില കിണറുകളിലൊക്കെ വെള്ളം അടിയിൽ പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള പല പല അവസ്ഥകൾ. അതുപോലെ തന്നെ ചെടികളൊക്കെ ഇങ്ങനെ വാടി വരണ്ടല്ലേ, ഇങ്ങനെ ഇപ്പോൾ വീണു പോകുന്നുള്ള അവസ്ഥയിലായിരുന്നു. അതെല്ലാം മാറി ഇപ്പം എന്ത് ചെയ്തു? അതുപോലെ തന്നെ നമ്മളൊക്കെ ഇങ്ങനെ ചുട്ട് പൊള്ളിയിരിക്കുന്ന ആ ഒരു അവസ്ഥയാണല്ലേ? ഫുൾ ടൈം ഫാന് വേണം, നല്ല ചൂട്, ഇങ്ങനെ വിയർത്തൊലിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയൊക്കെ എന്തായി മാറി? അതെല്ലാം മാറ്റി ഇപ്പോൾ നമ്മുടെ ബർസാത്ത് വന്നിട്ട് അല്ലെങ്കിൽ സാപം വന്നിട്ട് ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ അകറ്റി എന്നാണ് പറയുന്നത്. അപ്പം നല്ല ഒരു കവിതയാണ് മഴക്കാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ട് മനസ്സിലാക്കുക, പഠിക്കുക. അടുത്ത വീഡിയോയിൽ ഈ പാഠഭാഗത്തിൻ്റെ തൗലീമി സർഗർമിയുമായി കാണാം. ഹുദാ ഹാഫിസ്.